Hi and welcome to the new video on industrial instrumentation and automation. So in this video I'll be discussing about transducers. So transducers അതിൻ്റെ brief introduction, classification, പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഇതും അതേ ടോപ്പിക്സ് തന്നെ. സോ ഐ വിൽ ബി യൂസിങ് മൈ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സ്ലൈഡ്സ്. ഓക്കെ, സോ ട്രാൻസ്ഡ്യൂസേഴ്സ് ഓൾറെഡി അത്യാവശ്യം എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ്, അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. സോ ട്രാൻസ്ഡ്യൂസറും സെൻസറും നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മൊഡ്യൂളിൽ മെയിൻലി ഈ ട്രാൻസ്ഡ്യൂസേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, റിക്വയർമെൻറ്റ്സ്, സെലക്ഷൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ലാസ്റ്റത്തെ പോർഷനായിട്ട് പറഞ്ഞു പോകുന്നത് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 2 നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് പഠിക്കും. അപ്പോൾ അതിലധികം ഓൾറെഡി നമ്മളവിടെ മെഷർമെൻറ്റ്സിൽ പഠിക്കാത്ത കേസുകളായിരിക്കും ഇവിടെ പറയുന്നുണ്ടാവുക. ഓക്കെ, സോ കമ്മിങ് ടു എ ട്രാൻസ്ഡ്യൂസറിനെ പിക്കപ്പ് എന്നും കൂടിയും പറയാറുണ്ട്. സോ അതിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ നമുക്കറിയാം, ഫോർ എ ജനറലൈസ്ഡ് മെഷർമെൻറ്റ് സിസ്റ്റം ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് എ ഇൻപുട്ട് ഡിവൈസ്, എ സിഗ്നൽ കണ്ടീഷനിങ് ഡിവൈസ് ആൻഡ് ദെൻ ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. റൈറ്റ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ടാവും, ഒരു സിഗ്നൽ കണ്ടീഷനിങ് ഡിവൈസ് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ടായിരിക്കും. ആൻഡ് ദ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് ഇൻ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ഇലക്ട്രിക്കൽ ഫോം ഈസ് കോൾഡ് എ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഇത് ജനറലി ആസ് എൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് എഞ്ചിനീയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ഇലക്ട്രിക്കൽ ഫോം. അങ്ങനെ ചെയ്യുന്ന ഒരു ആളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ബിക്കോസ് വി വാണ്ട് എവറിത്തിങ് ഇൻ ഇലക്ട്രിക്കൽ ഫോം. ദെൻ ഓൺലി വി ക്യാൻ ഈസിലി പ്രോസസ്. അപ്പം നമുക്ക് ഈസിലി ആക്സസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ വേണം. അപ്പോൾ ആ ഇലക്ട്രിക്കലിലേക്ക് ഏതൊരു ഇതിനെയും മാറ്റിത്തരുന്ന ഒരാൾ തന്നെയാണ് നമ്മൾ ജനറലി എന്തെന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് അത് മാത്രമല്ല ഡെഫിനേഷനുള്ളൂ, ബേസിക് ഡെഫിനേഷൻ അതല്ല, നമുക്കതിലേക്ക് വരാം. ഞാൻ ജനറൽ നമുക്ക് പറയേണ്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. And a device which when actuated transform energy from one form to another. അതാണ് ശരിക്ക് ഇതിൻ്റെ മീനിങ്. നമ്മളിവിടെ ഇലക്ട്രിക്കലിലോട്ട്, നോൺ ഇലക്ട്രിക്കലിൽ നിന്ന് ഇലക്ട്രിക്കലിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും a transducer or a pickup is basically a device which when actuated transforms the energy from one form to another. ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്ന് വേറെ ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റുന്നു. നമ്മളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫോമിൽ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ജനറലി ദാറ്റ് ഈസ് എ റീസൺ വൈ വി യൂസ് ടു call it a device which is used to convert non-electrical quantity into electrical form. Okay. Now mechanical force, heat, intensity of light, flow rate, liquid level, humidity, pH, etc. To be converted into electrical form, and that we use a transducer. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഫിസിക്കലി നമുക്കുള്ള പല കാര്യങ്ങളും ഫിസിക്കലി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഹീറ്റ്, ഇൻറ്റൻസിറ്റി, ടെമ്പറേച്ചർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ ഈ ഇലക്ട്രിക്കൽ ഫോമിലോട്ട് മാറ്റാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു മെഷർ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എ ഡിറ്റക്ടർ ഈസ് യൂസ്ഡ് which usually converts the physical quantity into a displacement. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്ഡ്യൂസർ എന്നൊരു ജനറലൈസ്ഡ് ടേം പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ആക്ച്വലി രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഒന്ന് ഡിറ്റക്ട് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു മെഷർ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എ ഡിറ്റക്ടർ ഈസ് യൂസ്ഡ് which usually converts the physical quantity into a displacement. So basic thing that is happening is this physical quantity or the change in physical quantity is being converted into a displacement. So displacement, mechanical movement ആണ് അവിടെ നടക്കുന്നത്. And the displacement actuates an electric transducer. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇതിലെ ശരിക്കുള്ള ട്രാൻസ്ഡ്യൂസർ പാർട്ടിനെ ആക്ച്വേറ്റ് ചെയ്യുന്നത്, വിച്ച് ആക്ടിങ് ആസ് എ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ട് പാർട്ടുകളുണ്ട്, ഡിറ്റക്ഷൻ സ്റ്റേജും ഉണ്ട്, പിന്നെ ഈ ട്രാൻസ്ഡക്ഷൻ സ്റ്റേജും ഉണ്ട്. ആൻഡ് ദി സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ഗിവ്സ് ആൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഇൻ നേച്ചർ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കൊരു ഫിസിക്കൽ പാരാമീറ്റർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ വിൽ ബി എ ഡിസ്പ്ലേസ്മെൻറ്റ്, ആൻഡ് നൗ ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു ദ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. So generally നമ്മൾ one form of energy to another പറഞ്ഞു കഴിഞ്ഞാലും as an electrical or electronic engineer we will always say that it is something which converts a non-electrical quantity into electrical quantity. Okay, so now what are the advantages of using these electrical transducers? എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കലോട്ട് മാറ്റുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇലക്ട്രിക്കൽ ആംപ്ലിഫിക്കേഷൻ ആൻഡ് ആറ്റ്ന്യൂഷൻ ക്യാൻ ബി ഡൺ ഈസിലി. നമുക്കറിയാം ഒരുപാട് ആംപ്ലിഫിക്കേഷൻ ആറ്റ്ന്യൂഷൻ സർക്യൂട്ട്സ് ഉണ്ട്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം നമുക്ക് ആ കിട്ടുന്ന ഡാറ്റ അതേപോലെ ആയിരിക്കില്ല ആവശ്യം വരിക. ചിലപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യേണ്ടി, ചിലപ്പോൾ അത്രയും ഫീബിൾ ആയിരിക്കും. ദെൻ വി വിൽ ഹാവ് ടു ബൂസ്റ്റ് ഇറ്റ്. ദെൻ ചില കേസിൽ നമുക്കത് ആറ്റ്ന്യൂറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിലാണ്. ദെൻ
മാസ് ഇനീഷ്യ എഫക്ട്സ് ആർ മിനിമൈസ്. മാസ് ഇനീഷ്യ എഫക്ട്സ് വളരെ 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 കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത്രയും ചെറിയ വലിയ ഇതൊന്നും ഇല്ലാത്ത വെയിറ്റ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ മെക്കാനിക്കൽ വേറെ ഏതെങ്കിലും ഒരു ഇതൊക്കെ ആണെങ്കിൽ ആ ഒരു കേസ് നമുക്ക് പോസിബിൾ അല്ല. ദെൻ എഫക്ട്സ് ഓഫ് ഫ്രിക്ഷൻ ആർ മിനിമൈസ്ഡ്. സോ വലിയ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ, വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, നമുക്ക് അവിടെ മൂവിങ് പാർട്സ് അത്രയ്ക്കും സ്ട്രോങ് ഇതായിട്ടുള്ള ഒന്നും അല്ലെങ്കിൽ നമുക്ക് എന്തും കുറയ്ക്കാം, ഫ്രിക്ഷൻ്റെ എഫക്ട്സും കുറയ്ക്കാം. ദെൻ ഇറ്റ് ക്യാൻ ബി കൺട്രോൾ വിത്ത് വെരി സ്മോൾ പവർ ലെവൽ. കൺട്രോൾ ചെയ്യാൻ നമുക്ക് വളരെ ചെറിയ പവർ ലെവൽസ് മതി. കൺട്രോൾ സിഗ്നൽസ് ഒക്കെ വളരെ ലോ പവർ ലെവൽസിലായിരിക്കും. ദെൻ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ക്യാൻ ബി ഈസിലി യൂസ്ഡ്, ട്രാൻസ്മിറ്റഡ് ആൻഡ് പ്രോസസ് ഫോർ ദ പേർപ്പസ് ഓഫ് മെഷർമെൻറ്റ്. സോ നമുക്ക് ഈ മെഷർമെൻറ്റ് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ആദ്യം മെഷർമെൻ്റ് ആണ് നടക്കേണ്ടത്. സോ ഈ മെഷർമെൻറ്റിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും, പ്രോസസ്സ് ചെയ്യേണ്ടി വരും കുറച്ച് വേറെ അടുത്തുള്ള സ്റ്റേജുകളിലേക്ക്. ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കാം, കുറച്ച് അപ്പുറത്തായിരിക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ സുഖമായിട്ട് നടത്താൻ പറ്റുന്നത് ഇലക്ട്രിക്കലിലാണ്. ദെൻ റിമോട്ട് ഇൻഡിക്കേഷൻ ഓർ റെക്കോർഡിംഗ് ഈസ് ഈസി. റിമോട്ട് ഇൻഡിക്കേഷനും റെക്കോർഡിങ്ങും വളരെ ഈസിയാണ്. ഇതിനൊക്കെ മേലായിട്ട് മിനിയേച്ചറൈസേഷൻ, വളരെ വളരെ ചെറിയ സാധനങ്ങളായിട്ട് നമുക്ക് മിനിയേച്ചറൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഓക്കെ, സോ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ വെൻ ദ ഡെഫിനിഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഈസ് കൺഫൈൻഡ് ടു എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ദ എൻറ്റയർ detector transducer stage, the transducer may be thought of consisting of two important and closely related parts. So ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ബേസിക്കലി രണ്ട് പാർട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഈസ് എ സെൻസിങ് എലമെന്റ്, ദെൻ ഈസ് എ ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. ഇപ്പോൾ ഇത് രണ്ട് പേരും കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? ട്രാൻസ്ഡ്യൂസർ വരുന്നത്. അപ്പം ഞാൻ അത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻസർ ആൻഡ് ട്രാൻസ്ഡ്യൂസർ എന്നുള്ള ഡിഫറൻസ്. സോ ബേസിക്കലി ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഉള്ളിലുണ്ട് എന്ത്? ഒരു സെൻസർ. സോ ട്രാൻസ്ഡ്യൂസർ നമുക്ക് പറഞ്ഞു ഓൾറെഡി ഫിസിക്കൽ ഫിനോമിനെ സെൻസ് ചെയ്യണം അല്ലേ, എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് പാർട്ടും രണ്ടാളായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. സോ ദർ വിൽ ബി എ സെൻസിങ് എലമെന്റ്, ദെൻ ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. ഓക്കെ, സോ അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഇൻ അഡീഷൻ ദർ മേ ബി മെനി other auxiliary parts such as amplifiers, other signal processing equipment, power supplies, calibrating and reference sources and mechanical mounting features. അപ്പോൾ ഇതൊക്കെ പല കേസുകളിലും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തെങ്കിലും ആവശ്യം വരാം. ചില കേസുകളിൽ ആംപ്ലിഫൈ ചെയ്യേണ്ടി വരും കാരണം അത്രയും ഫീബിൾ ആയിരിക്കും. ദെൻ വേറെ സിഗ്നൽ പ്രോസസ്സ് ചെയ്യേണ്ടി വരും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് ആക്കാൻ. പവർ സപ്ലൈ വേണ്ടി വരും, എന്തായാലും കാലിബ്രേറ്റ് ചെയ്യേണ്ടി വരും, അതിന് റെഫറൻസ് സോഴ്സുകൾ വേണ്ടി വരും. മെക്കാനിക്കൽ മൗണ്ടിങ് സ്ട്രക്ചേഴ്സ് ചില കേസുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ അഡീഷണൽ വരുന്നത്. അപ്പോൾ ബേസിക്കലി യു റിക്വയർ എ സെൻസിങ് എലമെന്റ്, എ ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. So a sensing element എന്ന് പറഞ്ഞാൽ it is a part of the transducer which responds to a physical phenomena or a change in physical phenomena. Okay, so sensing element എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി എലമെന്റ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് എലമെന്റ് ആണ് which responds to a physical phenomena. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചിന് അത് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് അതാണ്. ഞാൻ പറഞ്ഞു നേരത്തെ അതൊരു എന്തായിട്ടായിരിക്കും അധികം മാറ്റുന്നുണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും മാറ്റുന്നുണ്ടാവും. ദെൻ the transduction element transforms the output of the sensing element. ഈ ട്രാൻസ്ഡക്ഷൻ എലമെന്റ് നമ്മുടെ ഇതിൻ്റെ ഈ സെൻസിങ് എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞു മോസ്റ്റ്ലി ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ട്രാൻസ്ഫോം ദാറ്റ് ഇൻ ടു ആൻ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഇറ്റ് ആക്ട്സ് ആസ് എ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. ബേസിക്കലി ഇതൊരു പ്രൈമറിയും സെക്കൻഡറി എന്നുള്ള രീതിയിൽ പറയാം. ഇനീഷ്യൽ സെറ്റപ്പ്, ഇനീഷ്യലി ഈ ആക്ഷൻ ഏറ്റെടുക്കുന്ന ആൾ സെൻസറിങ് എലമെൻ്റ് ആണ്, എന്നിട്ടാണ് എന്തുണ്ടാവുന്നുള്ളൂ? ട്രാൻസ്ഡക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സെൻസിങ് എലമെൻറ്റ് മനസ്സിലാക്കും എന്താണ് അവിടെ നടക്കുന്നത്, എന്നിട്ട് ആരോട് പറയും ട്രാൻസ്ഡക്ഷൻ ഓക്കെ സംതിങ് ഈസ് ഹാപ്പനിങ് പ്ലീസ് റെസ്പോണ്ട് ലൈക്ക് ദിസ്, എന്നിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അതിനനുസരിച്ച് അവിടെ ആ മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ട്രാൻസ്ഡ്യൂസറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രീഫായിട്ടേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്ക് പല വേയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ട്രാൻസ്ഡക്ഷൻ ഫോം യൂസ്ഡ്, ഏത് ടൈപ്പാണ് ട്രാൻസ്ഡക്ഷൻ എന്നുള്ള രീതിയിൽ. ദെൻ ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്, ദെൻ ആസ് പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ദെൻ ആസ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, ആസ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. സോ ഇതൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് ടച്ച് ചെയ്ത് പോകാവുന്നതാണ്. സോ ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദ ട്രാൻസ്ഡക്ഷൻ ഫോം യൂസ്. സോ ട്രാൻസ്ഡക്ഷൻ ഫോം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Principle of transaction can be resistive, capacitive or inductive. Okay, so depending upon how they convert the input quantity into resistance or capacitance or inductance, actually change in resistance, change in capacitance or change in inductance. So എങ്ങനെയാണ് ഏതിലേക്കാണ് എന്തിൻ്റെ മാറ്റത്തിലേക്കാണ് മാറ്റുന്നത് ആ ബേസിസിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് they can be classified as piezoelectric, thermoelectric, magnetorestrictive, electrokinetic and optical. അതൊക്കെയും പോസിബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ,
സോ നൗ കമ്മിങ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. എന്താണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ, എന്താണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്നാണ്. സോ മെക്കാനിക്കൽ ഡിവൈസസ് ആക്സസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്, എന്താ സെൻസിങ് എലമെന്റും ട്രാൻസ്ഡക്ഷൻ എലമെന്റും എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഫസ്റ്റ് പാർട്ടിനെ പ്രൈമറി എന്ന് പറയും, സെക്കൻഡിനെ സെക്കൻഡറി എന്നും പറയും. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനത്തെ രീതിയിലും ക്ലാസിഫൈ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. സോ ദ മെക്കാനിക്കൽ ഡിവൈസസ് ആക്സ് ആസ് പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ആക്സ് ആസ് secondary transducers with mechanical displacement serving as an intermediate signal. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ സെൻസർ എന്ന് തന്നെയാണ് പറയാൻ നമുക്ക് എന്തിനാ പ്രൈമറിനെ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഡ്യൂഷൻ പാർട്ടാണ്. സോ സെൻസ് ചെയ്തിട്ട് എന്താ നടക്കുന്നത്, ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഒരു പ്രഷർ മെഷർമെന്റ് ആണ്. ബോർഡൻ ട്യൂബും LVDT ആണ്. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നടക്കണം. ആദ്യം എന്താ പ്രഷറിലുള്ള വേരിയേഷൻ സെൻസ് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് ആയി മാറ്റണം. ആ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടണം. ഓക്കെ, ഇപ്പോൾ ഒരു LVDT ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. ലീനിയർ വോൾട്ടേജ് ഡിഫറൻസ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ബോർഡൻ ട്യൂബ് എന്ന് പറയുന്നത് പ്രഷറിനനുസരിച്ച് അതിൻ്റെ ഉള്ളൊരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അറേഞ്ച്മെന്റ് നോക്കാം. സോ ഇപ്പോൾ ഈ അറേഞ്ച്മെന്റിൽ ഈ C ഷേപ്പിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ബോർഡൻ ട്യൂബ്. ഇപ്പോൾ ഇതിനൊരു ഫിക്സഡ് എൻഡ് ഉണ്ടായിരിക്കും. അതിൽ ഈ ഇതിൽ കൂടിയാണ് പ്രഷർ ഇതിലോട്ട് അപ്ലൈ ആവുന്നത്. ഇപ്പുറത്ത് എന്തുണ്ട്, ഒരു ഫ്രീ എൻഡ് ഉണ്ട്. അപ്പോൾ ഈ പ്രഷർ ഇതിൽ വരുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ട്രെച്ച് ആവുക എന്ന് പറയുന്നത് ഫ്രീ എൻഡ് ആണ്. അത്രയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള. ആ ഫ്രീ എൻഡ് എന്ന് പറയുന്ന ഒരു പുള്ളി വഴി നമ്മളുടെ LVDTയിലത്തെ മൂവിങ് കോറിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം അവിടെ എന്താ പ്രഷർ വരുമ്പോൾ ഇത് സ്ട്രെച്ച് ആവുക, അല്ലെങ്കിൽ ഇത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പുള്ളിയിലത്തെ ഈ കോഡിനെ എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് പുള്ളി ചെയ്യും. മേലേക്ക് പോകുമ്പോൾ പുള്ളിയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും, LVDTയിലത്തെ കോറ് മേലോട്ട് വരും. പ്രഷർ റിലീസ് ആവുകയാണെങ്കിൽ തിരിച്ച് താഴേക്ക് വരും. ഓക്കെ, സോ LVDTക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പോലെ ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, രണ്ട് സെക്കൻഡറി വൈൻഡിങ്സും ഉണ്ട്. ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻഡിക്കേഷൻ കിട്ടും. സോ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കിട്ടാന്ന് പറയും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഈ LVDTയുടെ കോറാണ് മൂവബിൾ. ഇപ്പോൾ കോറ് മാറുന്നതനുസരിച്ച് എത്രത്തോളം ഫ്ലക്സ് ലിങ്ക് ചെയ്യും എന്നുള്ളത് മാറും. സോ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് മാറും. സോ അത് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വോൾട്ടേജ്. എന്തിന്, ഈ ഡിസ്പ്ലേസ്മെന്റിനായിട്ടാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ത് കാരണമാണ് ഇവിടെ വരുന്നത്, പ്രഷർ കാരണം. അപ്പോൾ ഈ പ്രഷർ കാരണം ഫസ്റ്റത്തെ ഇനീഷ്യൽ മൂവ്മെന്റ്, ഇനീഷ്യൽ റെസ്പോൺസ് നടക്കുന്നത് ബോർഡൻ ട്യൂബിലാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ എന്നുള്ള പാർട്ട്. ഓക്കെ, മെക്കാനിക്കൽ മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്തിനാണ് സംഭവിക്കുന്നത്, LVDTയുടെ കോറിനാണ്. അപ്പോൾ ഇത് മാറുമ്പോൾ ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മാറുന്നു. സോ ഇതാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. ഫൈനലി നമുക്ക് ഇലക്ട്രിക്കൽ ടേംസിൽ ഔട്ട്പുട്ട് തരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. നൗ പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഒന്നിനും എനർജി ജനറേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അതായത് നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാനുള്ള ഒരു കഴിവില്ലാത്തതാണ്. സോ ഇറ്റ് ഷുഡ് ബി പവേർഡ് എക്സ്റ്റേണലി. സോ ഇറ്റ്സ് എക്സ്റ്റേണലി പവേർഡ് ട്രാൻസ്ഡ്യൂസർ എന്നും പറയാറുണ്ട്. സോ ദേ ഡിറൈവ് പവർ റിക്വയർമെന്റ് for the transduction from an auxiliary power source. So there should be always an auxiliary power source which has to supplement the power. So power കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു external power source വേണം. And they also derive a part of power required from the physical quantity under measurement. സോ കുറച്ച് പവറൊക്കെ വേണമെങ്കിൽ എന്തിൽ നിന്ന് എടുക്കാം, ആ മെഷർമെന്റ് ക്വാണ്ടിറ്റിയിൽ നിന്ന് എടുക്കാമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എന്ത് പറ്റില്ല, ആ മെഷർമെന്റ് ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടില്ല. സോ വി ഷുഡ് ഓൾവേസ് പ്രൊവൈഡ് ആൻ ഓക്സിലറി പവർ സോഴ്സ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഈസ് കോൾഡ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. ബിക്കോസ് അതിന് സ്വന്തമായിട്ടെല്ലാം ചെയ്യാനുള്ള കഴിയില്ല. അത്ര ആക്റ്റീവ് അല്ല, പാസീവ് ആണ്, കുറച്ച് പാസീവ് ആണ്. ഓക്കെ, സോ ദേ ആർ എക്സ്റ്റേണലി പവർ ട്രാൻസ്ഡ്യൂസർ. എക്സാമ്പിൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ അതിൽ വരും. ഓക്കെ, നൗ ഇസം ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഓർ സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് എന്ന് പറയാം. സോ സെൽഫ് ജനറേറ്റിംഗ് ആണ്, അവർ ആ മെഷർമെന്റ് തന്നെ എടുക്കും. സോ ദേ ഡു നോട്ട് റിക്വയർ ഓക്സിലറി പവർ സോഴ്സസ് ടു പ്രൊഡ്യൂസ് ദെയർ ഔട്ട്പുട്ട്. Energy required for the production of the output signal is obtained from the physical quantity being measured itself. Okay, so physical quantity എന്താണ് മെഷർ, അതിൽ നിന്ന് തന്നെ അത് എന്തെടുക്കും, അതിനാവശ്യമുള്ള പവർ എടുക്കും. എക്സാമ്പിൾ ദ ടാക്കോ ജനറേറ്റേഴ്സ്, തെർമോകപ്പിൾസ്, ഫോട്ടോവോൾട്ടൈക് സെൽസ്, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. ഇതിലൊക്കെ അതിന് ആ ഒരു പ്രോസസ്സിൽ നിന്ന് തന്നെ, ആ ഒരു മെഷർമെന്റിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചിൽ നിന്ന് തന്നെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, എനർജി കിട്ടുന്നുണ്ട്. സോ ദേ ഡു നോട്ട് റിക്വയർ എനി അഡീഷണൽ പവർ സോഴ്സ് ആൻഡ് ദേ ആർ സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ്. സോ ഇതാണ് പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. Now moving on, analog and digital transducers. അപ്പോൾ അതിൻ്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കൺവേഴ്സ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻ ടു ആൻ അനലോഗ് ഔട്ട്പുട്ട് വിച്ച് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം. ഔട്ട്പുട്ടായിട്ട് മാറ്റുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ LVDT, സ്ട്രെയിൻ ഗേജ്, തെർമോകപ്പിൾ, ഇതൊക്കെ കണ്ടിന്യൂസ് വേരിയേഷൻ ആണ് കിട്ടുന്നത്. ദെൻ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് വിച്ച് കൺവേഴ്സ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻ ടു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് പൾസസ് ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, ദെൻ ഈസ് ദ ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ ജനറലി യൂസ് ചെയ്യുന്ന ഒരു ടേംസ് ആണ്. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ഫിസിക്കൽ ടു ഇലക്ട്രിക്കൽ എന്ന രീതിയിലും ഇൻവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്താ നേരെ റിവേഴ്സ് അത്ര അവിടെ ആലോചിക്കാനുള്ളൂ. സോ ട്രാൻസ്ഡ്യൂസർ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഇൻറ്റു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി, ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ ഇറ്റ് കൺവേഴ്സ് ഇലക്ട്രിക്കൽ ടു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ദെൻ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, കറന്റ് ക്യാരിങ് കോയിൽ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്കറിയാം. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ നമുക്ക് അവിടെ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇലക്ട്രിക്കൽ ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ കറന്റ് ക്യാരിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറയാം. ഇത് രണ്ടും അതിൻ്റെ എക്സാമ്പിൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ഇത് ജസ്റ്റ് പറയുന്നതേ മെനി ഡാറ്റ ഇൻഡിക്കേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഡിവൈസസ് ആർ ബേസിക്കലി ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ആൻഡ് മീറ്റർ ഓർ വോൾട്ട് മീറ്റർ കൺവേഴ്സ് ഇലക്ട്രിക് കറന്റ് ടു മെക്കാനിക്കൽ മൂവ്മെന്റ് അല്ലേ. മീറ്ററിലൊരു എന്താ അവിടെ നീഡിൽ കിടന്ന് ഡിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, മൂവ്മെന്റ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് ആൻ ഇൻസ്ട്രുമെന്റ് പ്ലേസ്ഡ് അറ്റ് ആൻ ഔട്ട്പുട്ട് ഓഫ് മെഷറിംഗ് സിസ്റ്റംസ് ആർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മോസ്റ്റ് യൂസ്ഫുൾ അപ്ലിക്കേഷൻ ഓഫ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഈസ് ഇൻ ദ ഫീഡ്ബാക്ക് മെഷറിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ജസ്റ്റ് ജനറൽ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയാണ് ട്രാൻസ്ഡ്യൂസേഴ്സും അതിൻ്റെ ഡെഫിനിഷൻസും നമ്മുടെ രണ്ട് പാർട്സും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസും വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ദിസ് ലെക്ചർ. ബാക്കി നമുക്ക് അടുത്ത ഇതിൽ നോക്കാം.